ഇത്തരം കൂടിച്ചേരലുകൾ അനിവാര്യമാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ആ ഓർമ്മകൾ നമുക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, അച്ഛൻ്റെ സഹപ്രവർത്തകർക്കും അത് അദ്ദേഹം നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഈ പരിമിതമായ ചുറ്റുപാടിൽ ഈ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ പോലും അച്ഛൻ്റെ സഹപ്രവർത്തകരായ ഇത്രയും പേർ ഈ ചടങ്ങിന് ഒത്തുകൂടിയിരിക്കുന്നത്. അധ്യാപകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സർവീസിലെ തുടക്കം. ഏറിയ നാളോ അദ്ദേഹം മുരുക്കുമണി UPS സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. മുരുക്കുമണി LPS ആയിരുന്നു ആദ്യം. കാരണം ഞാനും അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അത് UPS ആയി അപ്ഗ്രേഡ് ചെയ്യുകയും ആ സ്കൂളിന്റെ സർവ്വതോന്മുഖമായ പ്രവർത്തനത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. കുടുംബത്തിലൊരു എൻ്റെ ജീവിതത്തിലൊരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് സുകുമാരമാവനെ ഇവിടുത്തെ സുകുമാരമാവനെ ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹായങ്ങൾ, എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിലെ നമ്മുടെ ചന്ദ്രമുള്ള സാറിനെയും പ്രത്യേകിച്ച് ഓർക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. സാറിൻ്റെ സ്കൂളിലാണ് എൻ്റെ മകൻ പഠിച്ചത്. അവൻ ആദ്യാക്ഷരം തുടങ്ങുന്നത് ആ സ്കൂളിലായിരുന്നു. വളരെ നല്ല രീതിയിലൊരു കൈലാസം സ്കൂളായിരുന്നു. കൂട്ടായ്മ ശ്രീ PV ദാമോദരൻ പിള്ള അധ്യാപക പുരസ്കാരം ഇവിടെ സമർപ്പിക്കുന്നു. ആർഷഭാരത ദർശനങ്ങളിലെ അത്യുത്തമ കാഴ്ചപ്പാടുകളിലൊന്നായ ഗുരുസങ്കല്പം ഒരു രജത മാർഗമായി എല്ലാ കാലത്തും പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്വജീവിതം തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിലൂടെ ഗുരുധർമ്മം സാധനമാക്കിയ അധ്യാപക ശ്രേഷ്ഠന്മാരുടെ വലിയ പാരമ്പര്യം ഉണ്ട് നമുക്കിടയിൽ. മാതാപിതാ ഗുരു എന്ന ആത്മത്രയം മങ്ങലേൽക്കാത്ത ശക്തിയേറിയ പ്രഭവ കേന്ദ്രമായി ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന സ്രോതസ് ഈ ധന്യമായ അധ്യാപക മഹിമയാണെന്ന് നിസ്സംശയം സൂചിപ്പിക്കാം. 2017 മെയ് 29 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സ്വന്തം പ്രവർത്തന മേഖലകളിൽ മികവ് തെളിയിക്കുന്ന ഒരു പ്രൈമറി സ്കൂൾ പ്രഥമ അധ്യാപകന് ഗുരുവന്ദനമായി ഈ പുരസ്കാരം നൽകി വരുന്നു. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ആരംഭിച്ച പെരിങ്ങാട് ഗവൺമെന്റ് വെൽഫെയർ LPSനെ മികച്ച സ്കൂളാക്കി ഉയർത്താൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന പ്രഥമ അധ്യാപിക ശ്രീമതി ഗീതമ്മ ടീച്ചറിന് ഈ പുരസ്കാരം ഗുരുവന്ദനമായി ഇവിടെ സമർപ്പിക്കുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ആണ് ഒരു ഫോട്ടോ ആണ്. ഇന്നും ആരാധിക്കുന്നു ഞങ്ങളുടെ പിതാവിൻ്റെ അനന്തരവനായിരുന്നു അദ്ദേഹം സ്വാഭാവികമായി എൻ്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കുകയായിരുന്നു. ആ മോഹിൽ നിന്ന് കഴിഞ്ഞ 70 വർഷത്തെ ഓർമ്മകൾ വളരെ ചാറ്റുല്യമായി സർവീസുപരമായ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ സംശയം തീർക്കുന്നത് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നായിരുന്നു, ദാമോദരൻ സാറിൻ്റെ അടുത്ത്. അന്നേ ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും നല്ല അധ്യാപക ശ്രേഷ്ഠനാണ്. അപ്പം അങ്ങനെയുള്ള സാറിൻ്റെ ഓർമ്മയ്ക്കുള്ള ഈ അവാർഡ് എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അന്ന് ഞാൻ മിക്കവാറും സാറിനെ വന്ന് കടയ്ക്ക് UPSന്ന് HM എന്നെ പറഞ്ഞു വിടുമായിരുന്നു സാറിൻ്റെ അടുത്ത് ഫോം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനല്ല. അപ്പം അന്നെല്ലാം ഞാൻ സാറിനെ വന്ന് കാണുമായിരുന്നു. അപ്പോൾ സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് കിട്ടിയാൽ ഒരിക്കൽ കൂടി ഞാൻ സന്തോഷം പങ്കിടുകയാണ്. 94 ജൂൺ 8 ഞാൻ കടയ്ക്ക് UPSൽ സർവീസിൽ കയറുന്നത്. 4 വർഷം കടയ്ക്ക് UPSൽ ഉണ്ടായിരുന്നു. ഏറ്റവും എന്നെ ഈ ഇത്രയധികം വർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ കടയ്ക്ക് UPSലെ ടീച്ചേഴ്സിൻ്റെ ഒരു അധ്വാനത്തിൽ നിന്നാണെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പം പെൻഷൻ ആവാനിരിക്കുന്ന
അടുത്ത വർഷം പെൻഷനാവുന്ന ഒരു 7-8 ടീച്ചർമാർ എനിക്ക് ഓർമ്മയുണ്ട്. കോമളകുമാരി ടീച്ചറ്, സാവിത്രി ടീച്ചറൊക്കെ എന്ന് ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ടീച്ചറിൻ്റെയൊക്കെ ഒരു കഠിന പ്രയത്നം കണ്ടപ്പോൾ എനിക്ക് നമ്മൾ അറിയാതെ അങ്ങ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 22ാമത്തെ വയസ്സിലാണ് കടയ്ക്ക് UPS ജോലിക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ടീച്ചറൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി വർക്ക് ചെയ്ത ആ ഒരു അനുഭവമാണ് എനിക്ക് ഇത്രയും 30 വർഷക്കാലം എൻ്റെ സർവീസിൽ ഇങ്ങനെ ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ ഉറച്ച് പറയുകയാണ്. അത് കഴിഞ്ഞ് 98-ൽ ഞാൻ വെള്ളൂപ്പാറ UPS ജോലിയിൽ പ്രവേശിച്ചു. അവിടെ ചെന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രീലത ടീച്ചർ വിളിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ശശാറുണ്ട്. വെള്ളൂപ്പാറ UPS ഞാൻ 23 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളൂപ്പാറ ആയിരുന്നപ്പോഴും ഞാൻ ആദ്യമേ എനിക്ക് സർവീസിൽ കയറുമ്പോഴേ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ ചെന്നാൽ ആദ്യം ഞാൻ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടികളെയും ഒരു ദിവസം കൊണ്ട് എനിക്ക് കഴിയില്ല, പല ദിവസങ്ങളിലായിട്ട് ആ കുട്ടികളെ അടുത്ത് വിളിച്ചിട്ട് ഓരോ കുട്ടികളുടെയും വീടിൻ്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കും. എല്ലാം ഞാൻ ചോദിക്കും, അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ അന്നൊക്കെ എല്ലാവർക്കും വാട്സപ്പ് നമ്പറൊന്നും ഇല്ലല്ലോ, എന്നാലും കഴിയുന്ന ലൈൻ ഫോൺ നമ്പരൊക്കെ കുറിച്ചിട്ടിട്ട് പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം എല്ലാം ഞാൻ ചെയ്യും. ഇപ്പോഴും വെള്ളൂപ്പാറ സ്കൂളിലെ കുട്ടികൾ ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ട്. അവർക്ക് അമ്മയൊന്നും ഇല്ലാത്തവർക്കും അച്ഛനില്ലാത്തവർക്കും എല്ലാം ഇപ്പോഴും ഞാൻ സഹായം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ശമ്പളത്തിൻ്റെ 3/4 ഭാഗവും ഞാൻ വെള്ളൂപ്പാറ UPS കുഞ്ഞുങ്ങൾക്ക്, അതായത് ഓണം വരുമ്പോൾ ഞാൻ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിൽ ഒരു 7-8 കുട്ടികൾക്കെങ്കിലും ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും. മനോജ് സാറിന്, നമ്മുടെ മനോജ് മംഗളത്ത് സാറിനെ ഞാൻ വിളിച്ചിരുന്നു. സാറിന് വരാൻ കഴിഞ്ഞില്ല, സാറിനൊക്കെ അറിയാം. അതുപോലെ ഓരോ കുട്ടിയെ മനസ്സിലാക്കിയിട്ട് ഞാൻ അവരുടെ കഴിവുകൾ കണ്ടെത്തി ചെറിയ ചെറിയ വർക്കുകൾ കൊടുക്കും. ഒരു ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മൾ സാധാരണ ടീച്ചർമാരെന്താ ചെയ്യുന്നത്, രാവിലെ ക്ലാസ്സിൽ ചെന്നിട്ട് ഹാജര് ബുക്ക് എടുത്ത് ഹാജര് വിളിക്കും, പിന്നെ പഠിപ്പിക്കാനുള്ള ഭാഗങ്ങൾ പഠിപ്പിച്ചു വിടാം. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. തലേ ദിവസമേ ഒരു വർക്ക് കൊടുത്തു വിടും. ഓരോ ദിവസവും ഓരോ കുട്ടികൾക്ക് ഒന്നീ ഒരു സ്പീച്ചിനുള്ള അവസരം, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനുള്ളൊരു അവസരം ഒരു കുട്ടിക്ക് എല്ലാ ദിവസവും ഓരോ കുട്ടിക്കും കിട്ടത്തക്ക രീതിയിൽ തലേ ദിവസമേ ഞാൻ വർക്ക് കൊടുത്തു വിടും. പ്രാവശ്യം ഈ വീട്ടിൽ വന്ന് ഉണ്ണിദാസ് സാറിനോടൊപ്പം ഈ വീട്ടിൽ വന്ന് സാറിനെ സന്ദർശിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ അവസരത്തിലും അദ്ദേഹത്തിന് ശരിക്കും സംസാരിക്കാനുള്ളൊരു കഴിവില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കുടുംബ സംഗമം, അതോടൊപ്പം പ്രിയപ്പെട്ട ദാമോദരൻ പിള്ള സാറിൻ്റെ അനുസ്മരണ യോഗം, ആ യോഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിലെ ഒരു LP സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് അല്ലെങ്കിൽ ഹെഡ് മിസ്റ്റേഴ്സിന് അവാർഡ് നൽകുക തുടങ്ങിയ ചടങ്ങുകൾ വളരെ മഹനീയമായ രീതിയിൽ കഴിഞ്ഞ 6 വർഷമായി നടന്നു വരികയാണ്. ശ്രീ ദാമോദരൻ സാറ് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ പറയും പോലെ ഞാനൊക്കെ ഈ സംഘടനയിൽ വരുമ്പോൾ ഇതുപോലെ ശാരീരിക ആവശ്യത കൊണ്ട് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആമുഖമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കുടുംബമായിട്ടുള്ളൊരു ബന്ധമാണ്. ഈ രാധാകൃഷ്ണ സാറിൻ്റെയും NC പിള്ള സാറിൻ്റെയും ഒക്കെ ഒരു അനുജൻ NSN തമ്പി, N ശങ്കരനാരായണൻ തമ്പി, ഞങ്ങൾ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ്. സാറ് എൻ്റെ സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. പിന്നെ അദ്ദേഹത്തെ പറ്റിയൊന്നും പറഞ്ഞ് എല്ലാവരും പറഞ്ഞു ഇവിടെ അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു. സന്തോഷം എനിക്കുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ 2ാമത്തെ പീരീഡോ 3ാമത്തെ പീരീഡോ എനിക്ക് ഓഫാകുന്ന സമയത്ത് ഞാൻ ചുമ്മാ റൗണ്ട് ചെയ്യാറുണ്ട്. സ്കൂൾ മൊത്തം റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഗീതമ്മയുടെ ക്ലാസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം നമ്മുടെ സ്കൂളിലെ SMC ചെയർമാൻ രാജീവ് സാർ, ഗീതമ്മ ടീച്ചറിനെ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയാണ്. ഈ അവാർഡ് ആദ്യം കൊടുത്തത് നമ്മുടെ സ്കൂളിലെ സുധ ടീച്ചറിനാണ്. എനിക്ക് സുധ ടീച്ചറിനോടൊപ്പവും ഗീതമ്മ ടീച്ചറിനോടൊപ്പവും ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വളരെ എന്താ പറയാ, വളരെ ഒരു ഇടുങ്ങിയ ഒരു പ്രദേശമായിരുന്നു പെരിങ്ങാട്. ആ സ്കൂളിലേക്ക് ഞങ്ങളുടെ മക്കൾ, എൻ്റെ മോൾ അവിടെ 1 മുതൽ 4ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടും അവിടെ ഒരു തരത്തിലുള്ള ഒരു വിപുലീകരണങ്ങളും നടന്നിട്ടില്ല.
പക്ഷെ ഗീതമ്മ ടീച്ചർ അത് വന്നതിന് ശേഷം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടായത്. കാര്യം എന്റെ മോൻ ഉൾപ്പെടുന്ന 13 വിദ്യാർത്ഥിനികളാണ് ചടയമംഗലം സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത് അവിടെ ഓവറോൾ ട്രോഫി നേടിയത്. അതിൽ ഇവിടുത്തെ എന്ത് ചടങ്ങായാലും എന്നെയും കൂടെ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. ഞാൻ ഇച്ചിരി വൈകിയത് അവിടുത്തെ ഔദ്യോഗിക തിരക്കാരണമാണ്. അല്ലെങ്കിൽ ഞാനും കൂടെ ഇതിന്റെ തയ്യാറെടുപ്പിൽ കൂടെ പങ്കാളിയാവേണ്ടതാണ്. അപ്പോൾ കൂടിയ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ PV ദാമോദരൻ പിള്ള സാർ അനുസ്മരണ സമ്മേളനവും അധ്യാപക പുരസ്കാര സമർപ്പണവും നടക്കുന്ന ഈ ചടങ്ങിൽ KSPU അതുപോലെ AEO ഒക്കെ ചേച്ചി അവിടുത്തെ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. ബിത എന്നാണ് പേര്. എനിക്ക് തോന്നുന്നു 87-ലാണ് ചേച്ചി അവിടുന്ന് പാസ് ഔട്ടായത്. അപ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി എന്നെ പരിചയപ്പെടുത്തിയില്ല. ശ്രീ ദാമോദരൻ സാറിന്റെ കൊച്ചുമകളെയാണ് ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ അവാർഡ് എന്റെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ എന്റെ ചേച്ചി പഠിച്ച സ്കൂളിന് അല്ലെങ്കിൽ ആ ടീച്ചർ കിട്ടുക എന്ന് പറയുമ്പോൾ ആ സ്കൂളിന് കിട്ടുന്നതാണ്. ആ സ്കൂളിന് കിട്ടിയതിൽ ഏറ്റവും അധികം അഭിമാനിക്കുന്നു. PV ദാമോദരൻ പിള്ള സാറിന്റെ അനുസ്മരണാർത്ഥം ഇവിടെ നടത്തപ്പെടുന്ന ഈ കുടുംബ സംഗമവും അധ്യാപക പുരസ്കാര വിതരണവും എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളെല്ലാം പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുന്ന ഒരു സമയത്ത് അവരെല്ലാം യോജിപ്പിച്ചു കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരുടെയും ബന്ധങ്ങൾ ഇന്ന് നമുക്ക് മറ്റൊരു വീട്ടിലുള്ള ഒരു കുടുംബത്തിലുള്ള പലരെയും അറിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്.